MS വേണുഗോപാൽ, താങ്കൾ കാണുന്ന സാധ്യത എന്താണ്? കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലമാണ് പാലക്കാട്. പക്ഷേ അവിടെ ഒന്നും സംഭവിച്ചില്ല. UDF അവിടെ ഭൂരിപക്ഷം കൂട്ടുകയാണ് ചെയ്തത്. സമാനമായ കാര്യമായിരിക്കുമോ ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഈ സമയത്ത് പാലക്കാട് സംഭവിക്കുക? അതോ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പോലെ അവിടെ താമര വിരിയിക്കാൻ കഴിയുമോ? ശോഭാ സുരേന്ദ്രൻ എന്ന കാൻഡിഡേറ്റിൻ്റെ ഒരു പ്രത്യേകത, അവരെവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ 10,000ങ്ങളുടെ വോട്ടുകൾ അധികം നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതുതന്നെയാണ് അവരുടെ പ്ലസ് പോയിൻറ്റും പലപ്പോഴും അവർക്ക് മൈനസ് പോയിൻ്റായിട്ടും വരുന്നത് ഇതുതന്നെയാണ്. കാരണം വിതിൻ ദ ഹൗസ് എന്നതിന് ഉപരി പുറമേയും അവർക്ക് പല പാരകൾ സംഭവിക്കുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ എന്ന ഒരു താമര തിരുവനന്തപുരം കേരള അസംബ്ലിയിൽ വിരിഞ്ഞാൽ 10 താമര വിരിയുന്നതിന് തുല്യമാണെന്നുള്ളതാണ് പൊതുവെയുള്ള കണക്കാക്കൽ. അത് പാർട്ടിക്കകത്തും പുറത്തും അതുതന്നെയാണുള്ളത്. അതവർ അവരുടെ പ്രകടനം കൊണ്ട് എല്ലായിടത്തും കാണിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും 9 തവണയും 10 തവണയാണ് അവരിപ്പോൾ മത്സരിക്കുന്നത്. അതിൽ 9 തവണയും അവർ പൂർണ്ണമായും മറ്റുള്ള സ്ഥലങ്ങളിൽ അവരുടെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാലക്കാടാണെങ്കിൽ 22,000 2016 അവർ മത്സരിക്കുമ്പോൾ 22,000 മാത്രമായിരുന്ന വോട്ട് അവർ 40,076 ഉയർത്തി. 18,000-ലധികം വോട്ട് ഉയർത്തി. അത് കഴിഞ്ഞ് 2021 മെട്രോൺ മാനിനെ പോലുള്ള ഒരു വ്യക്തിത്വം വന്നിട്ട് പോലും 10,000 വോട്ട് കൂടെ മാത്രമേ അദ്ദേഹത്തിന് കൂട്ടാൻ കഴിഞ്ഞുള്ളൂ. 50,000 ആക്കി. അപ്പോഴദ്ദേഹം 3,900 പരം വോട്ടിന് പരാജയപ്പെടുകയാണ് ഷാഫി പറമ്പിലിനോട് ചെയ്തത്. ഇത്തവണ പക്ഷേ 60,000-നടുത്ത് വോട്ടുകൾ വേണ്ടിവരും. കാരണം 1,74,000 അവിടുത്തെ ആകെ വോട്ടർമാർ. ഒരു 1,40,000-നും 1,50,000-നും പോളിംഗ് രേഖപ്പെടുത്തുമെന്ന് കരുതാം. അങ്ങനെ വരുമ്പോഴും ഒരു 60,000-നടുത്ത് വോട്ടുകൾ വേണം. ഒരു 55,000-നും 60,000-നും ഇടയ്ക്ക് വോട്ട് വേണ്ടിവരും. ശോഭാ സുരേന്ദ്രൻ 2016 22,000 40,000 ആക്കിയപ്പോൾ 18,000 വോട്ട് അധികം പിടിച്ചതുപോലെ ഇത്തവണയും ഒരു 18,000-ഓ 20,000-ഓ വോട്ട് അവിടെ നിന്ന് നേടാൻ കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ കഴിയുള്ളൂ എന്നൊരു സത്യം അവിടെ നിലനിൽപ്പുണ്ട്. ഇതിന് പരമാവധി അല്ലായിരുന്നു 50,000 വോട്ടുകൾ. അത് കഴിഞ്ഞ് 2021 ശേഷം അധികം വോട്ടർമാർ അവിടെ ആയിട്ട് അത്രമാത്രം ഉയർച്ച ഉണ്ടായിട്ടില്ല. വോട്ടർമാരുടെ 50,000 എന്ന് ഈ ശ്രീധരൻ 2021 നേടിയത് അത് BJPയുടെ ഒരു പരമാവധി വോട്ട് എന്ന രീതിയിലാണല്ലോ വിലയിരുത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നത്, ഒന്ന് NMR റസാക്കിനെ CPM സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മാത്തൂർ കണ്ണാടി പഞ്ചായത്തുകളിലെ വോട്ട് CPM-ൻ്റേത്, പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗങ്ങളിലുള്ള വോട്ട് ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രന് തൻ്റെ വ്യക്തിത്വം കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു 4 തവണയായിട്ട് ആ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ഹിന്ദു സ്ഥാനാർത്ഥികൾ വന്നാൽ അവരെ തോൽപ്പിക്കുക, അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥികൾ വന്നാൽ അവരെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നതിന് എഗൻസ്റ്റായിട്ട് ഒരു വർക്ക് താഴത്തെ തട്ടിൽ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അത് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വിജയിച്ചു വരാൻ അങ്ങനെ കഴിയുകയുള്ളൂ. അത്തരത്തിൽ ഒരു നീക്കവും അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ രമേശ് പിഷാരടി പോലുള്ളൊരു സ്ഥാനാർത്ഥി അവിടെ വന്നപ്പോൾ ഒരു സ്റ്റാർ വാല്യൂ ഉള്ളൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹവും മണ്ഡലത്തിൽ ഇപ്പോൾ സുപരിചിതനായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പലവിധ പാരകൾ അവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വടക്കൻതറയിൽ സിന്ധുരാജിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ തടുക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ബോധമുള്ള ഒരു സ്ഥാനാർത്ഥിയോ അവരുടെ പാർട്ടിയോ ചെയ്യുന്നതല്ല. അപ്പോൾ ഇതിനകത്ത് ഒരു പാരയുണ്ടോ എന്ന് പോലും, അതായത് എതിരായിട്ടൊരു പാരയുണ്ടോ എന്ന് പോലും സംശയിക്കുന്നുണ്ട്. അത് ഫൂലാൻ ദേവി മത്സരിച്ചപ്പോൾ അവരുടെ മണ്ഡലത്തിൽ പോലും അവർ ഒരു സ്ഥാനാർത്ഥി കയറി പോകരുത്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിങ്ങൾ വന്നാൽ ഞങ്ങൾ വെടിവെക്കുമെന്നോ അല്ലെങ്കിൽ തടഞ്ഞിടുമെന്നോ പറഞ്ഞിട്ടില്ല. ഇതിങ്ങനെ കേരളത്തെ പോലുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി സ്ഥാനാർത്ഥിക്ക് എല്ലായിടത്തും പോകാൻ കഴിയുന്ന, ഒരു പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയിൽ പോലും ഇങ്ങനെ ഒരു തടുക്കൽ നടന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ചിലതൊക്കെ ബ്ലോക്കിംഗ് ഉണ്ടാവുമെങ്കിലും അത് രഹസ്യമായി നടത്തുന്നതല്ലാതെ പരസ്യമായിട്ട് ഇങ്ങനെ കൊടിയും പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കയറാൻ ഒക്കില്ല, ഇത് ഞങ്ങളുടെ കോട്ടയാണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥിയോ BJPയെ പോലൊരു പാർട്ടിയോ ചെയ്യുന്നതല്ല. പിന്നെ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് BJPയുടെ പാർട്ടിക്കകത്ത് അവരന്വേഷിക്കേണ്ടതാണ്. ഒരു കാരണവശാലും ഏറ്റവും ഒടുവിൽ പാലക്കാടിലെ ഈ വിജയ പരാജയങ്ങളെ നിർണ്ണയിക്കുമോ എന്നുള്ള കാര്യമാണ്. കുറച്ച് വോട്ടുകൾ മാറിയാൽ മതിയല്ലോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.